ഹലോ എവ്രി വൺ. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. പൊതുവേ ഞാൻ ഇടുന്ന വീഡിയോ എല്ലാം സ്പെഷ്യൽ ആണല്ലോ, പക്ഷേ ഇത് ഒന്നുകൂടി സ്പെഷ്യലാണ്. പൊതുവേ എനിക്ക് കേളി ഹെയർ ആണുള്ളത്, പക്ഷേ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് പലരും മുടി ഒന്ന് സ്ട്രൈറ്റൻ ചെയ്ത് ഒന്നുകൂടി നന്നായിരിക്കും എന്ന് പലരും പറയാറുണ്ട്. സോ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. പിന്നെ എൻ്റെ ഹെയറിനെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ ഹെയർ ഭയങ്കര കേളി അല്ല, എന്നാൽ സ്ട്രൈറ്റും അല്ല, രണ്ടിൻ്റെയും ഇടയിൽപ്പെട്ട ഒരു അവസ്ഥ ഉണ്ടാവുമല്ലോ, അതാണ്. പിന്നെ എനിക്കെൻ്റെ കേളി ഹെയർ ഒന്ന് മാറ്റി പിടിക്കണം എന്നൊന്നും ഇതുവരെയായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ എല്ലാവരുടെയും ആവശ്യപ്രകാരം ജസ്റ്റ് ഒന്ന് സ്റ്റൈൽ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അതിനു വേണ്ടി കുറേ കാലമായി ഞാൻ ഈ ഒരു സാധനം വാങ്ങാൻ വേണ്ടി വിചാരിക്കണം. പിന്നെ ഇപ്പോഴാണ് സാധനം കയ്യിൽ കിട്ടിയത്. പിന്നെ ഞാൻ ഇതുവരെയായിട്ട് സ്ട്രൈറ്റൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ചെറിയൊരു പേടിയുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നതുകൊണ്ട് അഥവാ മുടിയെങ്ങാനും കരിഞ്ഞു പോകുമോ, എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ എല്ലാ ധൈര്യവും ഞാൻ ആവാഹിച്ച് ഞാൻ ചെയ്തു. സുമിതാത്താൻ്റെ അടുത്ത് ഇവിടെ ഓൾറെഡി വേറൊരു സ്ട്രൈറ്റ്നർ ഉണ്ട്, പക്ഷെ അത് യൂസ് ആക്കാൻ എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ അതിൻ്റെ അടുത്ത് പോരില്ല. പിന്നെ ഞാൻ ഇത് വാങ്ങിയത് ഇതൊന്നും കൂടി ഈസി ആണെന്ന് തോന്നിയോട്ടാണ്. ബിക്കോസ് ഇത് ജസ്റ്റ് ചീപ്പായിട്ട് ചെയ്യണ പോലെ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതിയല്ലോ എന്നുള്ളൊരു ധൈര്യത്തിൽ വാങ്ങിയതാണ് ഇത്. ആദ്യം ഞാൻ നോർമൽ ഹീറ്റിലാണ് ചെയ്തത്, പിന്നെ ഞാൻ കുറച്ചുകൂടി കൂട്ടിക്കൊടുത്തു. നോക്കിയപ്പോൾ സ്ട്രൈറ്റൻ ആവുന്നുണ്ട്. എല്ലാവരും പറഞ്ഞുകൊണ്ട് എനിക്കും എൻ്റെ കേളിയ ഹെയർ ഒന്ന് മാറ്റി ഒന്ന് സ്ട്രൈറ്റൻ ചെയ്ത് എങ്ങനെ ഉണ്ടാവുമെന്ന് കാണാൻ ഒരു ആഗ്രഹമായി. അതുകൊണ്ടാണ് ഞാൻ ഇതിന് മുതിർന്നത്. ഹെയർ രണ്ട് ഭാഗമാക്കിയിട്ടാണ് ഞാൻ ചെയ്തത്. ഒന്ന് എൻ്റെ നോർമൽ ഹെയറും ഒന്ന് ഞാനിപ്പോൾ സ്ട്രൈറ്റൻ ചെയ്ത ഹെയറും. ഇനി ഇപ്പുറത്തെ സൈഡിലുള്ള കേളിയ ഹെയറും കൂടി ഒന്ന് സെറ്റാക്കണം. അതിന് ആദ്യം ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ ഒക്കെ യൂസ് ചെയ്തിട്ട് വേണം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മുടിയിൽ പരീക്ഷിച്ച് നോക്കാൻ. ഫസ്റ്റൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു, പിന്നെ അത് ശരിയായി. അങ്ങനെ എൻ്റെ നിമിഷ നേരത്തിൻ്റെ പ്രയത്നം കൊണ്ട് എൻ്റെ ഹെയർ ഞാൻ അടിപൊളിയാക്കി എടുത്തു. എങ്ങനെയുണ്ട് കാണാൻ? പക്ക ഒരു വടി പോലെ ഇങ്ങനെ സ്ട്രൈറ്റ് നിൽക്കണ ഹെയറിനോട് എനിക്ക് അങ്ങനെ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു വേവി ആയിട്ടാണ് ചെയ്തത്. ഹെയർ ഇങ്ങോട്ട് ഫുള്ള് സെറ്റാക്കിയപ്പോൾ എനിക്കും കാണാൻ ഇഷ്ടപ്പെട്ടു. കേളി ഹെയർ ആണോ ഇതാണോ കാണാൻ മെച്ചം എന്നുള്ളത് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യും. പിന്നെ ഒരു ഫിനിഷ് സ്പ്രേ വെച്ചിട്ട് ജസ്റ്റ് ഓവർ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു. എന്തായാലും ഈ സ്ട്രൈറ്റ്നർ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം വോളിയം തോന്നിക്കുന്നുണ്ട്. പൊതുവെ സ്ട്രൈറ്റ് ചെയ്താൽ വോളിയം കുറഞ്ഞ പോലെ തോന്നുമല്ലോ, പക്ഷേ ഇതങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാവരുടെയും റിക്വസ്റ്റ് പ്രകാരം ജസ്റ്റ് ടെമ്പററി ആയിട്ട് ഒന്ന് ചേഞ്ച് ആക്കി നോക്കിയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. വേണമെങ്കിൽ ഇത് പെർമനൻ്റ് ആക്കി കൊണ്ടുപോകണം നമുക്ക് ആലോചിക്കാം അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.